ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എനർജി ആൻഡ് പവർ സിഗ്നൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എനർജി ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി യു ടി. സോ നമുക്ക് ഇതിൽ എനർജിയാണ് കാണാനുള്ളത്. നമുക്ക് എനർജീൻ്റെ ഇക്വേഷൻസും എനർജീൻ്റെയും പവറിൻ്റെയൊക്കെ ഇക്വേഷൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്നുള്ള ടോപ്പിക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കാണുക. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എന്നാൽ നമുക്കറിയാം എനർജീൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റ് എക്സ് സ്ക്വയർ ടി ഡി ടി. ദെൻ ഇതിൽ നമ്മളുടെ ഈ എക്സ് ഓഫ് ടി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റ് ഇ റൈസ് ടു മൈനസ് ടി യു ഓഫ് ടി ഡി ടി. ദെൻ ഹിയർ നമുക്കറിയാം യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ സ്ക്വയർ ദെൻ യു ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് വാല്യൂ ആണെന്നറിയാം, യൂണിറ്റ് സിഗ്നൽ എന്നറിയാം. സോ അതിൻ്റെ വാല്യൂ 1 ആണ്. യു ഓഫ് ടീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ നമുക്ക് ഇതിന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം വണ്ണിനോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് അതേ സെയിം വാല്യൂ കിട്ടാം. സോ നെക്സ്റ്റ് മൈനസ് ഇൻഫിനിറ്റ് ടു ഇൻഫിനിറ്റ് e raised to minus 2t dt. Then ഇതിൻ്റെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ e raised to minus 2t by 2 minus 2. Then one more thing, നമ്മളുടെ ഇവിടുത്തെ വാല്യൂ യൂണിറ്റ് 1 ആണെന്നറിയാം. സോ നമുക്ക് ലിമിറ്റ് നമ്മളുടെ യൂണിറ്റ് സിഗ്നൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യൽ 0 എന്നാണ് നമുക്കറിയാം. സോ ഇതിൽ ഫംഗ്ഷനിൽ നമ്മളുടെ ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്യൽ മൈനസ് ഇൻഫിനിറ്റി എന്നല്ല, പകരം 0 എന്നാണ്. സോ നമ്മളുടെ ലിമിറ്റ്സ് വരൽ 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റി അല്ല, പോസിറ്റീവ് വാല്യൂ ആണ്, 0 ആണ് വരിക, കാരണം യു ഓഫ് ടി വന്നതിനാൽ. ഈ യു ഓഫ് ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ ലിമിറ്റ്സ് വരൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റ് ആണ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് 0 ആണ്, 0 ടു ഇൻഫിനിറ്റി. ദെൻ നമ്മുടെ ലിമിറ്റ്സ് ഇവിടെ കൊടുക്കുമ്പോൾ 0 ടു ഇൻഫിനിറ്റ്. ദെൻ നമുക്ക് ഈ 2 ഔട്ട് സൈഡ് എടുക്കാം, മൈനസ് 1/2. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. സോ ഇ റൈസ് ടു ടി, ഈ ടിക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 0 ആണ്. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2. സോ ഇ എന്ന് പറഞ്ഞാൽ 1/2. ഹിയർ ഇ ഈസ് എ ഫൈനൈറ്റ് സിഗ്നൽ. ഈ ഫൈനൈറ്റ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റ്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സിഗ്നലിനെ നമ്മൾ എനർജി സിഗ്നൽ എന്നാണ് പറയാം. ആ സിഗ്നലിനെ നമ്മൾ എനർജി സിഗ്നൽ എന്നാണ് പറയാം. ഒരു എനർജി സിഗ്നലിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും 0 ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് ഇത് ഫൈനൈറ്റ് ആണ്, നമുക്ക് കിട്ടിയ ഒരു ആൻസർ ഫൈനൈറ്റ് ആണ്. ദെൻ ഫൈനൈറ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ അത് ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ പി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ല, നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ സിഗ്നൽ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യാം. ഒരു പവർ സിഗ്നലിൻ്റെ ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ അതിൻ്റെ പവർ സിഗ്നൽ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെൻ ആ സിഗ്നൽ പവർ സിഗ്നലാണ് ഇഫ് എന്താണ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ. നൗ ഞാൻ പറഞ്ഞ ആ ഒരു പവർ എനർജീൻ്റെ ഒരു കണ്ടീഷൻസാണ് ഈ പറയുന്നത്.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പവർ സിഗ്നലിൻ്റെ എക്സാമ്പിൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.